ആ കുടുംബത്തിന് വേണ്ടി ലഭിച്ച തുക കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഞെട്ടിപ്പോകും. ഏകദേശം മൊത്തം തുക എന്ന് പറയുന്നത് 76 ലക്ഷം രൂപയാണ്. ഞെട്ടിയില്ലേ? മലയാളികളൊന്ന് മനസ്സറിഞ്ഞ് കനിഞ്ഞപ്പോൾ കിട്ടിയത് 76 ലക്ഷം രൂപ. ഈ 76 ലക്ഷം രൂപയും അവർക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാളികൾ നൽകിയത് അവർക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ അവർക്ക് അങ്ങനെയൊരു തോന്നലില്ല കേട്ടോ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്തു തന്നെ വിടുന്നതാണ്. 76 ലക്ഷം രൂപയാണ് മൊത്തമായി ആ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ 12 ലക്ഷം രൂപ അവർക്ക് വേണ്ടിയിട്ടുള്ള വീടിന് വേണ്ടിയിട്ട് മഹാമനസ്സുള്ള മഹാമനുഷ്യനായിട്ടുള്ള റാഫിക്കയുടെ സംഭാവനയാണ്. അത് അദ്ദേഹം വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള രീതികൾക്കനുസരിച്ചിട്ട് അദ്ദേഹം നൽകുക തന്നെ ചെയ്യും. അങ്ങനെ ആ 12 ലക്ഷം കഴിച്ചാൽ അക്കൗണ്ടിൽ മാത്രമായി വന്നത് 64 ലക്ഷം രൂപയും അതിനോടൊപ്പം കുറച്ച് തുകയുമുണ്ട്. ഏകദേശം 64 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. മലയാളികളെ, നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ കുടുംബം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ആ കുടുംബത്തിൻ്റെ മഹാമനസ്സ് തന്നെയാണ്. ആ കുടുംബത്തിന് വീട് നൽകാൻ ആദ്യം തയ്യാറായി മുന്നോട്ട് വന്ന റാഫിക്കയുടെ മനസ്സ് പോലെ തന്നെ, ആ കുടുംബത്തിന് സ്ഥലം നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആറോളി മുഹമ്മദ് കളത്തൂറിൻ്റെ മനസ്സ് പോലെ തന്നെ മഹാമനസ്സ് തന്നെയാണ് ആ കുടുംബത്തിനുമുള്ളത്. ഈ വലിയ തുക വന്നപ്പോൾ എന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പിന്നീട് വന്ന് പറഞ്ഞു തരാം. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ രോമാഞ്ചമാകും നമുക്ക്. എൻ്റെ കയ്യിലുള്ളത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദയവ് ചെയ്തിട്ട് ഇനി ആ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും അയക്കരുത്. കാരണം അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങൾ പിന്നീട് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. കാരണം ക്ലോസ് ആയ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനി ഒരാൾ പോലും 1 രൂപ പോലും അതിലേക്ക് ഇടരുത്. ഇനിയും ഒരുപാട് അർഹരുണ്ട്, അവരിലേക്ക് അതെത്തട്ടെ. ഈ പണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർഹരിലേക്ക് എത്തും എന്നുള്ള ഒരു ഉറപ്പ് ആ കുടുംബം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും മലയാളികളെ, ആ കുടുംബം എത്ര നല്ല മനസ്സുള്ളവരാണ് എന്ന് നിങ്ങൾ തന്നെ പറയും. അതായത് അവർക്ക് വേണ്ടിയിട്ട് പണമയച്ച് അവരെ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ മനസ്സുകളെപ്പോലെ തന്നെ, ആ മനസ്സുകളുടെ വലിപ്പം പോലെ തന്നെ ആ കുടുംബത്തിൻ്റെ വലിപ്പവും അത്രത്തോളം സുതാര്യമാണ്, സത്യമാണ്. നമ്മളൊക്കെ പകർത്തേണ്ട ഒരു മനസ്സ് തന്നെയാണ് അവർക്കുമുള്ളത്. അതായത് ഈ അക്കൗണ്ട് വിവരങ്ങളിൽ എനിക്ക് ഏറ്റവും സന്തോഷമായ കാര്യം എന്ന് പറയുന്നത്, ഈ അക്കൗണ്ടിലേക്ക് 1 രൂപ പലരും അയച്ചിട്ടുണ്ട്. 1 രൂപ പലരും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്നും ഉണ്ടാകില്ല. ചിലപ്പോൾ ബാക്കി വന്നിട്ടുള്ള അമൗണ്ടുകളിൽ 2 രൂപയോ 3 രൂപയോ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നിന്ന് 3 രൂപ അയച്ച ആളുകൾ, അതിൽ നിന്ന് 2 രൂപ അയച്ചിട്ടുള്ള ആളുകൾ, ചില ആളുകൾ 1 രൂപ പോലും അയച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ ഉള്ളത് 1000-ഉം 2000-ഉം 150-ഉം 200-ഉം അതുപോലെയുള്ള ചെറിയ 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 സംഖ്യകളാണ്. അതിനിടയിൽ ചില ആളുകൾ, നമ്മളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ നമ്മളോട് ചോദിച്ചതിന് ശേഷം ആ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളുടെയും സ്നേഹം നിറഞ്ഞ സംഭാവനയിലൂടെ ആ കുടുംബം കരകയറുമ്പോൾ, ആ കുടുംബത്തിൻ്റെ വീട് പണി തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഉറപ്പ് എല്ലാവർക്കുമായി നൽകാം. ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പണം അത് ഇവരെ പോലെ തന്നെ അർഹരായ ആളുകൾക്ക് ആ കുടുംബം തന്നെ നൽകുമെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അത് ഞങ്ങളോട് ചോദിച്ചിട്ട് അതിൻ്റെ വ്യക്തതകൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചിട്ട് സുതാര്യത ഉറപ്പ് വരുത്തിയിട്ട് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് തന്നെ ആ കുടുംബത്തിലേക്കെത്തിയ തുക, അതായത് ആ കുടുംബത്തിന് വേണ്ട തുക കഴിച്ചിട്ട് ബാക്കിയുള്ള തുകകളൊക്കെ അർഹരായവരുടെ കൈകളിലേക്ക് എത്തും. അതായത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് കുന്നിൽ എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ്
എനിക്ക് ഈ വിഷയം ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. അദ്ദേഹം അവസാനമാണ് എന്നോട് ഈ കാര്യം നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് തവണ അദ്ദേഹം എന്നെ വിളിച്ചു. തുടർന്നാണ് ഞാൻ അവിടെ എത്തുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജാബിർ കുന്നിൽ, ഒപ്പം എൻ്റെ സഹപാഠി, ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തക, അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് കേരളയുടെ എല്ലാമായിട്ടുള്ള വിമിഷ വിനോദ് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസിനകത്ത് തബ്ഷീർ അബ്ദുള്ളയും സാങ്കേതികപരമായിട്ടുള്ള സഹായം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നമുക്കൊരു വലിയ വിജയം നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച മലയാളികളല്ലാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിട്ട് ആ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന എൻ്റെ പബ്ലിക് കേരളയുടെ പ്രേക്ഷകരെ, ഒപ്പം എല്ലാവരും, ആ എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളുടെ ഭാഗമാവുക. എന്തായാലും ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ 60 പേജുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളൂ. തുടർന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് പേപ്പർ വഴി തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ കുറച്ച് കോപ്പികൾ എടുത്ത് വെച്ചിട്ട് ഒരു ഫയലാക്കി വെക്കാനാണ്. കാരണം ആര് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും പണം എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായ ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ആ പണം ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ആ പണം ഏതൊക്കെ രീതിയിൽ ചിലവഴിക്കും, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾ പുറത്തു വിടുന്നതായിരിക്കും. എന്തായാലും ഞാൻ ചെയ്ത ആദ്യത്തെ ചാരിറ്റിയിൽ ഇത്രയും വലിയ ഒരു തുക വന്നു അറിയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. Let's go.